അതാരെ തന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എൻ്റെ പേര് വിളിച്ചാൽ മതി. എനിക്ക് ഭാവഗായകന് എനിക്ക് അമ്മാരി ആ ഒരു ആക്ച്വലി ഐ ആം ടെല്ലിങ് യു ഐ എം എ വെരി ഓർഡിനറി പേഴ്സൺ. പക്ഷേ എന്തോ ഈശ്വരൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഇതിൽ വന്ന് ആദ്യം വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് മാരീൻ കമ്പനിയിൽ. മാറി പാട്ടുകാരനായതാണ്. നിയോഗം. അത് ഞാൻ പാട്ട് ഒരിക്കലും ഞാൻ ഒരു സിനിമ പാട്ടുകാരനാണെന്ന് ചോദിച്ചിട്ടില്ല. അവിടെ ചെന്ന് ജോലി എടുത്തു. പിന്നെ ആയിട്ട് റിസ്ക്. പിന്നെ വേറൊരു കാര്യം, അന്നത്തെ കാലത്ത് കഷ്ടപ്പാടുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. ഒരു പാട്ട് പാടണമെങ്കിൽ ജയമാരുതി ഒരു കമ്പനികളുണ്ട്, അവിടെ പോയി കാലത്ത് പോയിരിക്കും. അവർ നോക്കുക, ഗുഡ് മോർണിംഗ് പോന്നു, ഓക്കെ. ഞാൻ ബസ് തിരിച്ചു പോയി. പിറ്റേ ദിവസം ആദ്യം വന്നിരിക്കും. അങ്ങനെ ഒരു 10 ദിവസം വന്നിരിക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് അങ്ങനെ പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതെ, അതൊക്കെ കാലം അങ്ങനെയായിരുന്നു. അവരെ പോയി കണ്ട്. പക്ഷെ അവരൊക്കെ ഗുരുക്കന്മാരായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാഷാണ് എൻ്റെ ഗുരു. ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാഷ്, രാഘവൻ മാഷ്, ബാബുക്ക, അർജുനൻ മാഷ്, 5 പേരാണ് മാസ്റ്റേഴ്സ്. പിന്നത്തെ അടുത്തൊരു മാസ്റ്റർ എന്ന് പറയുന്നത് ജോൺസൺ. ഇല്ല, മാസ്റ്റേഴ്സ് ഇല്ല. അത് വേറെ ഫീൽഡാണ്. MS വിശ്വനാഥൻ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക്. ഐ കൺസിഡർ ഹിം ആസ് ദി ബെസ്റ്റ് മ്യൂസിക് ഇൻ ദ വേൾഡ്. അത് വേറെ ലോകമല്ലേ. മലയാളം സംഗീത വിധായകനല്ല അമ്മ. ഷീസ് തമിഴ്. പക്ഷെ മലയാളം ചെയ്തു മാത്രം. നമ്മൾ വിളിച്ച് അങ്ങനെ സമയം വെച്ച് ചെയ്തു. പക്ഷെ അതെല്ലാം ജീനിയസ് ആയതുകൊണ്ട് ഒക്കെ ഹിറ്റായി. എനിക്ക് ഭാഗ്യത്തിന് I was fortunate to sing his songs, more songs. അങ്ങനെ പറയാം. ഇഷ്ടം പോലെ രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ, 1000 ചുംബന സ്മൃതി സുമങ്ങൾ അതരത്തിൽ ചാർത്തി നീയുറങ്ങൂ, അതരത്തിൽ ചാർത്തി നീയുറങ്ങൂ, രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. ഇവരുടെ ശൈലികൾ ഒരുപാട് വ്യത്യസ്തമായിരുന്നു. പാട്ട് പറഞ്ഞു തരുന്ന രീതി ഒക്കെ ഓരോരുത്തരും ഓരോ ടൈപ്പാണ്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ആരുടെ കൂടെയാണ്? ഏത് മ്യൂസിക് ഡയറക്ടറുടെ? എല്ലാവരും കൂടെ. They have different style of teaching and different masters, great masters. ചിലപ്പോൾ തോന്നും ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ദേവരാജനായിരിക്കും. ഇതിൻ്റെ ചില പാട്ട് കേൾക്കുമ്പോൾ ഇതിനപ്പുറം വലിയ ആർക്കും ചെയ്യാൻ പറ്റില്ല തോന്നാറുണ്ട്. എംബസിയുടെ പാട്ട് കേൾക്കുമ്പോൾ അയ്യോ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ചില പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ പൊന്നു കാവ്യ പുസ്തകമല്ല ജീവിതം എന്നൊരു പാട്ട് പഠിക്കും. ചെമ്പകം വല്ലതി ഓമനി ഒരു പനിവീഴ്ചൻ, ക്ലാസ് ബ്യൂട്ടിഫുൾ സോങ്സ്. അപ്പോൾ അർജുനൻ മാഷ് നിന്മണിയറയിൽ 140 സന്ധ്യ പാട്ട് പാടിയുണ്ട് അർജുനൻ ശ്രീമാർഗമ്പി. നിന്മണിയറയിൽ അതിൽ വിടുന്നു മറ്റേ എത്ര പാട്ടുകൾ, മാൻമഴിയാൽ, ഒരുപാട് സോങ്സ്. അങ്ങനെ അവരെ കേൾക്കുമ്പോൾ അവരായിരിക്കും ഏറ്റവും വലുത്. അയ്യോ അവരാണ് ഏറ്റവും വലിയ. അതാണ് അവരുടെ കഴിവ്.
ഇന്നിപ്പോൾ അങ്ങനെ ഒരു ക്രിയേഷൻ ഇല്ല. ഇവർക്കൊക്കെ എല്ലാവർക്കും ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ദേ ഹാവ് ക്രിയേറ്റഡ് ഗ്രേറ്റ് സോങ്സ്. നോ ക്രിയേറ്റേഴ്സ്.